ഏവർക്കും സ്മാർട്ട് PC ഓൺലൈനിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെക്കൻഡറി സെഷൻ്റെ ക്ലാസ്സുകളാണ് നമ്മളിന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 2023 നടന്ന ഒരു ഡിഗ്രി മെയിൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സുകൾ എഴുതി പഠിക്കുക. ഓക്കെ, പിന്നെ ഡിഗ്രി ലെവൽ ക്ലാസ്സുകൾ നമുക്ക് സെക്കൻഡറി സെഷൻ്റെ ഏകദേശം ഇനിയിപ്പം 6 മാസത്തിൽ കൂടുതൽ സമയം നമുക്ക് ഉണ്ടാവും പ്രിലിംസിന്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ ഈ പ്രധാനപ്പെട്ട കാര്യമെല്ലാം പഠിച്ച് തീർക്കണം. ഓക്കെ, ഇനി അത്രയും സമയമില്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് ക്ലാസ്സിൻ്റെ ഇത് കൂട്ടേണ്ടി വരും. എന്നാലും മാക്സിമം നമുക്ക് പഠിച്ച് തീർക്കേണ്ട കാര്യമെല്ലാം നമുക്ക് പഠിക്കണം. ഓക്കെ, ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ച് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ എത്താൻ ശ്രമിക്കുക. ആവശ്യമുള്ള പോയിൻറ്റ്സൊക്കെ എടുത്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. ഓക്കെ, പിന്നെ വേറെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിക്കാനുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന സമയങ്ങളിൽ, അതായത് നമുക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ പഴയ പോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പഠിക്കേണ്ട എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞുതരാം. അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ക്ലാസ് കാണുക. ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ ഓക്കെ, അത് കമൻ്റായിട്ട് ചെയ്യുക കേട്ടോ. അതിൽ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജെന്യൂനായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു തുടക്കമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് ആരംഭിക്കുന്നു. ഓക്കെ, ശരി. 2023 ഡിഗ്രി മെയിൻ, അതായത് അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. എളുപ്പമുള്ള ചോദ്യമാണ്. ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയെന്നാണ്. ഓക്കെ, 2 പ്രസ്താവന ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ 1, 2 നമ്പർ ഇട്ടിട്ട് ഞാൻ പറയണത് കേട്ടിട്ട് ശരിയാണെങ്കിൽ ശരി, എന്ത് തെറ്റാണെങ്കിൽ തെറ്റെന്നിടുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 148 പ്രകാരം സ്ഥാപിതമായ ഇന്ത്യയിലെ ഭരണഘടനാ അതോറിറ്റിയാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 148 പ്രകാരം സ്ഥാപിതമായ ഇന്ത്യയിലെ ഭരണഘടനാ അതോറിറ്റിയാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഒന്നാം സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാം സ്റ്റേറ്റ്മെൻറ്റ്, ഗിരീഷ് ചന്ദ്ര മുർമുവാണ് ഇന്ത്യയുടെ നിലവിലെ CAG. ഗിരീഷ് ചന്ദ്ര മുർമുവാണ് ഇന്ത്യയുടെ നിലവിലെ CAG. ഓക്കെ, 2 സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഉത്തരം? ഉത്തരം എന്താണ്? 1 ശരിയാണ്, 1 ശരിയാണ്, 2 ശരിയാണ്, ശരിയാണ്. അത് 1ഉം 2ഉം ശരിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ടത് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച CAG കുറിച്ചാണ്. മനസ്സിലായോ? ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏതിനെ കുറിച്ചാണ്? CAG കുറിച്ചാണ് കേട്ടോ. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് നമുക്കറിയാം. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ്? ഭരണഘടനാപരമായ സ്ഥാപനം. അതിന് മലയാളം എടാ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിച്ചിട്ടുണ്ടാവും. മനസ്സിലായി? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിളുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? പരാമർശിച്ചിട്ടുണ്ടായിരിക്കും. സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഭരണഘടനാപരമായിട്ട് നിലവിൽ വന്ന സ്ഥാപനം, അതായത് ഒരു ആർട്ടിക്കിൾ പ്രകാരം സ്ഥാപിതമായിട്ടുള്ളതിനെയാണ് നമ്മൾ ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട്. മനസ്സിലായില്ലേ? അതായത് ഒരു നിയമം കൊണ്ടുവരികയും ആ നിയമം പ്രകാരം സ്ഥാപിതമാകുന്നതിനാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. മനസ്സിലായി? ഒരു നിയമം കൊണ്ടുവരികയും ആ നിയമപ്രകാരം സ്ഥാപിതമാകുന്നതിനാണ് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. വിവരാവകാശ കമ്മീഷൻ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് നിയമാനുസൃതമായ സ്ഥാപനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിയമം കൊണ്ടുവരും, ആ നിയമത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു സ്ഥാപനം രൂപം കൊള്ളും. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ആർട്ടിക്കിൾ പ്രകാരം രൂപം കൊള്ളുന്നതിനാണ് എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. അതായത് ഇലക്ഷൻ കമ്മീഷൻ, പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് PSC, പിന്നെ നമ്മുടെ ഇത് പട്ടികവർഗ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ, പിന്നെ നമ്മുടെ CAG, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, ഇതൊക്കെ എന്താണ്? ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ആണ്. അത് ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഇനി അഡ്വൈസറി ബോഡീസ് ഉണ്ട്, ഉപദേശക സമിതികളുണ്ട്. നമ്മുടെ നീതി ആയോഗ് ഒരു അഡ്വൈസറി ബോഡിയാണ്, അതായത് ഉപദേശക സമിതിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഇതിനെയൊക്കെ നമ്മുടെ ഈ സ്ഥാപനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? തരം തിരിച്ചിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ അത് തന്നെ PSC എന്ത് ചെയ്യാറുണ്ട്? പരീക്ഷ ചോദിക്കുന്നുണ്ട്. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം? താഴെ പറയുന്നതിൽ ഏതാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി? അല്ലെങ്കിൽ നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്, ശരിയോ തെറ്റോ? ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. മനസ്സിലായി ഇത്തരം കാര്യങ്ങൾ? ഓക്കെ, ശരി. അപ്പോൾ നമുക്കിവിടെ പഠിക്കേണ്ടത് ഇതിനെക്കുറിച്ചാണ്. CAG എന്ന് വെച്ച് കഴിഞ്ഞാൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ് കേട്ടോ. കംട്രോളറാണ്, CON അല്ല, COM ആണ്, MP, കംട്രോളർ. എന്താണ്? കംട്രോളർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്കിതിനെ ഒരു വിശേഷണമുണ്ട്, വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് എന്ന് പറയും. എന്താ എൻ്റെ മലയാളം? വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് അക്കൗണ്ട്സ്. കാവൽക്കാരൻ.
പബ്ലിക് അക്കൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? CAG ആണ്. പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് CAG ആണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് അത് NHRC. ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? NHRC പറഞ്ഞിട്ട് എന്താ? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. എന്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? കുട്ടി ശ്രദ്ധിക്കുന്നുണ്ടോ? കുട്ടിക്ക് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. NHRC എന്താണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. റെയിൽവേ എക്സാമിന് കുറച്ച് ഭാഗം പഠിക്കാനുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, ശരി, അത് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നമ്മൾ പറയും ഇന്ത്യൻ മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ എന്താണ്? UPSC. മനസ്സിലായില്ലേ? UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. മനസ്സിലായ? അപ്പോൾ അത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അത് വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് അക്കൗണ്ട്സ്, അതായത് പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? CAG ആണ്. മനസ്സിലായ? അതുപോലെ തന്നെ ഇന്ത്യൻ മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് UPSC ആണ്. അതുപോലെ ഞാൻ പറഞ്ഞ വരുന്നുണ്ടായിരുന്നല്ലോ, മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ അല്ലെങ്കിൽ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRC ആണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷണം എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. മൗലികാവകാശങ്ങളുടെ സംരക്ഷണം എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. മനുഷ്യാവകാശം ചോദിച്ചു കഴിഞ്ഞാൽ NHRC. മനസ്സിലായോ? മനുഷ്യാവകാശം എന്ന് വെച്ചാൽ NHRC. മൗലികാവകാശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി. നമുക്ക് ചില മനുഷ്യാവകാശങ്ങളുണ്ട്, അല്ലെങ്കിൽ മനുഷ്യന് ചില അവകാശങ്ങൾ, അതിനെ ഹനിക്കാൻ ആർക്കും അവകാശമില്ലെന്ന് പറഞ്ഞത് ജോൺ ലോക്ക്. ഓക്കെ, എടുക്കണം, അതൊക്കെ അറിയാം. ഇതേണ്ട. ശരി, ഓക്കെ. അടുത്ത് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്നറിയപ്പെടുന്ന ആരാണ്? CAG ആണ്. അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് CAG ആണ് കേട്ടോ. ഈ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കണക്ക് പരിശോധിക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? വരവ് ചില കണക്കുകൾ പരിശോധിക്കുന്നതിനാണ് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് തലവൻ എന്നറിയപ്പെടുന്ന ആരാണ്? CAG ആണ്. അപ്പോൾ ആ പറഞ്ഞ പോയിന്റ് മനസ്സിലായല്ലോ. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് തലവൻ എന്നറിയപ്പെടുന്നത് CAG ആണ് കേട്ടോ. ഓക്കെ, ഈ CAGയെ കുറിച്ച് പരാമർശിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് ഏതാണ്? പാർട്ട് 5 ആണ്. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ഇന്ത്യയും അതിന്റെ സംവിധാനങ്ങളും എന്ന് പറയുന്ന ആർട്ടിക്കിള് 52 മുതൽ 151 വരെയുള്ള, മനസ്സിലായില്ലേ? അതായത് ഭാഗം 5 വരുന്ന ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെയാണ്? 52 മുതൽ 151 വരെയാണ്. 52 മുതൽ 151 വരെയാണ്. അപ്പോൾ അതിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? CAGയെ കുറിച്ച് പറയുന്നത്. പാർട്ട് 5 പറയുന്നത്. ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? 148 മാത്രമല്ല, ഇന്ത്യക്ക് CAG ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ് ഏത്? 148. പക്ഷേ CAG അതിന്റെ ഫംഗ്ഷനും എല്ലാം പറയുന്നത് 148 മുതൽ 151 വരെയാണ്. 148 മുതൽ 151 വരെയാണ് ഏതിനെ കുറിച്ച് പറയുന്നത്? CAGയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുക. പാർട്ട് 5 ആർട്ടിക്കിൾ 148 മുതൽ 151, 148 മുതൽ 151 വരെയാണ് CAGയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു CAG ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 148. ഇന്ത്യക്ക് ഒരു CAG ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 148. ഓക്കെ, ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ടോ? ഇന്ത്യക്ക് രാഷ്ട്രീയം ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിൾ 52. ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ടോ? ഇല്ല. ഇന്ത്യക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇല്ല. പക്ഷേ ആർട്ടിക്കിൾ 74 ഒരു കാര്യം പറയുന്നുണ്ട്. രാഷ്ട്രപതിയെ സഹായിക്കുന്നതിനും അത് ഭരണകാര്യങ്ങളെ സഹായിക്കുന്നതിനും ഉപദേശങ്ങൾ നൽകുന്നതിനും വേണ്ടി പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ളൊരു മന്ത്രിസഭ ഉണ്ടായിരിക്കണമെന്ന് ആർട്ടിക്കിൾ 74 എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കണമെന്ന് എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. പക്ഷേ നമുക്ക് ആർട്ടിക്കിൾ 52 രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 148 എന്ത് പറയുന്നുണ്ട്? CAG ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ശരി, ക്ലിയർ ആണ്. അടുത്ത് കേന്ദ്ര സംസ്ഥാനങ്ങളിലെ എല്ലാ ധനകാര്യ വിഷയങ്ങളുടെയും നിയന്ത്രണം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? CAGയിലാണ്. മനസ്സിലായില്ലേ? കേന്ദ്ര സംസ്ഥാനങ്ങളിലെ, അതായത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും എല്ലാ ധനകാര്യ വിഷയങ്ങളുടെയും നിയന്ത്രണം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? CAGയിലാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത് സാമ്പത്തിക ഭരണരംഗത്ത് ഇന്ത്യൻ ഭരണഘടനയും പാർലമെന്റിന്റെ നിയമങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്നതാണ് CAGയുടെ കടമ. അതായത് സാമ്പത്തിക ഭരണരംഗം. ഇപ്പം നമ്മുടെ രാജ്യത്തെ തന്നെ ഭരണരംഗം തന്നെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേർതിരിക്കാൻ പറ്റും. അതായത് നമുക്ക് പ്രതിരോധം, ആഭ്യന്തരം, അങ്ങനെ പല കാര്യം നമുക്ക് വേർതിരിക്കാൻ പറ്റത്തില്ലേ? റവന്യൂ, അങ്ങനെയൊക്കെ നമ്മൾ വേർതിരിക്കാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ ഫിനാൻസിൽ, അതായത് സാമ്പത്തിക ഭരണരംഗത്ത് ഇന്ത്യൻ ഭരണഘടനയും പാർലമെന്റിന്റെ നിയമങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്ന കാര്യം CAGയിൽ എന്താണ്?
CAG പ്രധാന ചുമതലയാണ്. മനസ്സിലായ? ഓക്കെ, ക്ലിയർ ആണ്. അതായത് വേറെ ഒന്നുമില്ലടാ, നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം എന്ത് ബേസ് ചെയ്ത് പോകണം? കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് പോകണം. മനസ്സിലായ? അല്ലെങ്കിൽ പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ ബേസ് ചെയ്ത് പോകണം. അപ്പം നിങ്ങൾ മസിൽ പിടിച്ചിരിക്കുന്നില്ല, കുറേ കാലമായി ഇങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ ഒരു പ്രശ്നമാണ്. ശരി, CAG കടമ. ഓക്കെ, മനസ്സിലായ? ശരി. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് CAG വിശേഷിപ്പിച്ച ആരാണ്? അംബേദ്കർ. മനസ്സിലായോ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള BR അംബേദ്കർ പറഞ്ഞു എന്താണ് ഇന്ത്യൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു CAG ആണെന്ന് പറഞ്ഞു. ഈ അംബേദ്കറെ ചോദിച്ചു, ഈ അംബേദ്കർ ഒരു ആർട്ടിക്കിളിന് ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 32. അത് അദ്ദേഹം എന്തെന്നാ എന്നെ പറഞ്ഞു? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്? 42ാം ഭേദഗതി. ഇത് മറ്റേത്? ഹൃദയവും ആത്മാവും. അതായത് നമ്മുടെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഏതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്? ആർട്ടിക്കിൾ 32 ആര് വിശേഷിപ്പിച്ചിട്ടുണ്ട്? BR അംബേദ്കർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ ഒരാൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആമുഖത്തെ കിടപ്പുണ്ട. ആമുഖത്തെ വിശേഷിപ്പിച്ച ആരാ? ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും നിക്ഷേപിച്ച ആരാ? താക്കൂർദാസ് ഭാർഗവ്. ആരാണ്? താക്കൂർദാസ് ഭാർഗവാണ് അത് വിക്ഷേപിച്ചത്. 2 ചോദ്യം മനസ്സിലായ? എന്നാ 2 ചോദ്യം എന്ന് പറഞ്ഞാണ്. 32ാമത്തെ ആർട്ടിക്കിളിന് ഭരണഘടന ഹൃദയ ആത്മാവ് എന്ന് പറഞ്ഞത് അംബേദ്കർ. പിന്നെ താക്കൂർദാസ് ഭാർഗവന് ഭരണഘടന ആമുഖത്തിന് ഹൃദയാത്മാവ് എന്ന് പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവിനെ ഭാർഗവ് ഭരണഘടനയുടെ ഹൃദയ ആത്മാവ് എന്ന് പറഞ്ഞത് ആമുഖത്തെ. ഏത് മുഖത്തെ? എന്താണ് ഇവര് കുറെ കാലമായി. ഇവര് മാത്രമല്ല, ഞാനും നമ്മൾ കുറെ കാലമല്ലേ ഇങ്ങനെ ഇരുന്ന് പഠിച്ചിട്ട്. ഓക്കെ, അതിന്റെ ഒരു ഇതുണ്ട് കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, പേരുള്ളൊക്കെ അറിയാലോ. ജോബിൻ, അതുൽ, അക്ഷയ്. ഓക്കെ, അക്ഷയ് പുതിയ ലുക്കിലേക്ക് വന്നിരിക്കുകയാണ്. ക്ലിയർ ആണ്. അപ്പൊ അത്രയും നമുക്ക് മനസ്സിലായ. CAG നിയമനവും കാലാവധിയെയും കുറിച്ചാണ് അടുത്ത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, CAG നിയമിക്കുന്ന ആരാ? ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിയമനം നടത്തുന്നതും നീക്കം ചെയ്യുന്നതൊക്കെ ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ CAG നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, ശരി. എങ്കിൽ അവിടെ അർച്ചന പറ, CAG ആരുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലുന്നത്? രാഷ്ട്രപതിയുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലുന്നത്. ഓക്കെ, CAG കാലാവധി അവിടെ ആരോമൽ പറ, ഒന്ന് കൊടുത്താണ്. 6 വർഷം. അവിടെ 6 വർഷം അല്ലെങ്കിൽ എത്ര വയസ്സ്? 65 വയസ്സ് കേട്ടോ. ഓക്കെ, അപ്പൊ 3 കാലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി, സിമ്പിളായിട്ട് മനസ്സിലാക്കി. CAG നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. CAG സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് ആരുടെ മുന്നിലെന്ന് കേട്ട് കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലുന്നത്. അതുപോലെ CAG കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് CAG കാലാവധി. ഈ CAG പുറത്താക്കാൻ പറ്റുമോ? ഇവിടെ രാഷ്ട്രപതി വരെ നമുക്ക് പുറത്താക്കാൻ പറ്റും ഇംപീച്ച്മെന്റിലൂടെ. മനസ്സിലായില്ലേ? അതായത് ഏറ്റവും ഉയർന്ന പദവിയുള്ള ആൾ രാഷ്ട്രപതിയാണ്. ആർട്ടിക്കിൾ 61 പ്രകാരം നമുക്ക് രാഷ്ട്രപതിയെ എന്ത് ചെയ്യാൻ പറ്റും? ഇംപീച്ച് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ രാജ്യത്തെ ഏതൊരു പദവി ഇരിക്കുന്ന ആളെ എന്ത് ചെയ്യാൻ പറ്റും? അയാളെ പുറത്താക്കാൻ പറ്റും. മനസ്സിലായ? ഭരണഘടനാ ലക്ഷ്യം അല്ലെങ്കിൽ പെരുമാറ്റ ദൂഷ്യം, അങ്ങനെ ഒരുപാട് റീസൺസ് പറയുന്നുണ്ട്. ചില പരീക്ഷയ്ക്ക് നമുക്ക് റീസൺസ് തന്നെ പഠിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഇപ്പം തന്നെ നമുക്ക് വനിതാ കമ്മീഷൻ അംഗങ്ങളെ പുറത്താക്കാനുള്ള കാരണങ്ങൾ വേണ്ടി പരീക്ഷ എന്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായി? നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അത് പഠിക്കും. അതായത് നമ്മുടെ രാജ്യത്ത് ഏതൊരു പദവി ഇരിക്കുന്ന ആരെയും എന്ത് ചെയ്യാൻ പറ്റും? പുറത്താക്കാൻ പറ്റും. മനസ്സിലായി? അങ്ങനെ ആരെയും ഒരാളെ അവിടെ സ്ഥിരമാക്കി എന്ത് ചെയ്യാൻ വെച്ചിട്ടില്ല. മനസ്സിലായില്ല? അതായത് അയാൾ എന്ത് കാണിച്ചാലും അവിടെ തന്നെ ഇരുത്തണം എന്നൊരു നിയമമൊന്നുമില്ല. ആര് വേണം എന്ത് ചെയ്യാൻ പറ്റും? പുറത്താക്കാൻ പറ്റും. പക്ഷേ ഓരോരുത്തരെ പുറത്താക്കുന്നതിന് ഓരോ റീസൺ ഉണ്ടാവും, അതുപോലെ ഓരോ രീതിയുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ CAG എങ്ങനെ പുറത്താക്കണം എന്ന് കേട്ട് കഴിഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കുന്നതിനുള്ള അതേ നടപടിക്രമത്തിലൂടെയാണ് CAG പുറത്താക്കേണ്ടത്. മനസ്സിലായ? സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കുന്ന അതേ നടപടിക്രമത്തിലൂടെ. മനസ്സിലായ? സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കുന്ന അതേ നടപടിക്രമത്തിലൂടെയാണ് ആരെയും പുറത്താക്കേണ്ടത്? CAG പുറത്താക്കേണ്ടത്. ഓക്കെ, അതെങ്ങനെയെന്ന് അറിയണ്ടേ? അതായത് പാർലമെന്റിന്റെ 2 സഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം.
പാർലമെന്റിൽ തന്നെ നമ്മൾ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്ന സംവിധാനമുണ്ട്, പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്, അതുപോലെ പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ അംഗീകാരം എന്ന് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. മനസ്സിലായി? ഇപ്പോൾ ഒരു കാര്യം, ഒരു പ്രമേയം അല്ലെങ്കിൽ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ തന്നെ അതിൽ ചിലപ്പോൾ ചില ബില്ലുകൾ കേവല ഭൂരിപക്ഷത്തിലായിരിക്കും പാസ്സാകുന്നത്, ചിലത് പ്രത്യേക ഭൂരിപക്ഷത്തിലായിരിക്കും പാസ്സാകുന്നത്, ചിലത് പ്രത്യേക ഭൂരിപക്ഷവും സർക്കാരിൻ്റെ അല്ലെങ്കിൽ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം. മനസ്സിലായ? അതായത് CAG പുറത്താക്കുന്നത് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കുന്ന പ്രമേയം പാർലമെന്റിന്റെ ഇരുസഭകളും ചെയ്യാൻ അറിയത്തില്ലേടേ, രാജ്യസഭയും ലോകസഭയും ഇരുസഭകളും എങ്ങനെ പാസ്സാക്കണം? പ്രത്യേക ഭൂരിപക്ഷത്തോടെ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കും. അതായത് CAG പുറത്താക്കുന്നതിനുള്ള പ്രമേയം പാർലമെന്റിന്റെ ഇരുസഭകളും കേവല ഭൂരിപക്ഷത്തിലൂടെയാണ് പാസ്സാക്കേണ്ടത്. ശരിയോ തെറ്റോ? തെറ്റ്. ഏത് ഭൂരിപക്ഷത്തിലൂടെയാണ് പാസ്സാക്കേണ്ടത്? പ്രത്യേക ഭൂരിപക്ഷത്തിലൂടെയാണ് പാസ്സാക്കേണ്ടത്. മനസ്സിലായ പയ്യൻ? യെസ്. ഓക്കെ. ഡിഡിറ്റാ മോനെ, നീ ഇംഗ്ലീഷ് പറയണ്ട, നീ അതെ. ഓക്കെ. പ്രത്യേക ഭൂരിപക്ഷത്തോടെയാണ് എന്ത് ചെയ്യുന്നത്? പാസ്സാക്കേണ്ടത്. ഓക്കെ. ഇങ്ങനെ പാസ്സാക്കിയിട്ട് ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള അധികാരം ആർക്കാണ്? ഞാൻ പറഞ്ഞു, നിയമിക്കാനും നീക്കം ചെയ്യാൻ അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്ക്. പക്ഷേ രാഷ്ട്രപതി ചുമ്മാ എടുത്ത് കളയാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ രീതിയിൽ പാർലമെന്റ് എന്ത് ചെയ്യണം? പാർലമെന്റിന്റെ ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ എന്ത് ചെയ്യണം? ഇത് പാസ്സാക്കണം. ഓക്കെ, ക്ലിയർ ആണ്. ശരി. ഇനി എന്തിനാണ് പുറത്താക്കണം എന്ന് കേട്ട് കഴിഞ്ഞാൽ, മോശം പെരുമാറ്റം. നമ്മൾക്ക് അതിനായി മോശം പെരുമാറ്റം ആ വാക്കല്ല സാധാരണ ഈ ചോദ്യപേപ്പറിൽ കാണുന്നത്. എന്താണ്? പെരുമാറ്റ ദൂഷ്യം. എന്താണ്? പെരുമാറ്റ ദൂഷ്യം. അതാണ് ആ വാക്ക് അറിയാം, ഒരുപാട് നീ കേട്ടിട്ടുണ്ടല്ലോ. പെരുമാറ്റ ദൂഷ്യം. പിന്നെ പ്രാഗൽഭ്യക്കുറവ്. എന്താണ്? പ്രാഗൽഭ്യക്കുറവ്. അതായത് ആ ജോലി ചെയ്യാൻ കഴിവ് അദ്ദേഹത്തിന് ഇല്ല. ഓക്കെ. അപ്പം മോശം പെരുമാറ്റമോ പ്രാഗൽഭ്യക്കുറവോ ആണ് അദ്ദേഹത്തെ പുറത്താക്കേണ്ടതിന്റെ കാരണങ്ങൾ. ക്ലിയർ ആണല്ലോ? മനസ്സിലായി? അപ്പം നിയമിക്കുന്നത് ആരെന്ന് മനസ്സിലാക്കി. നിയമിക്കുന്ന ആരാ? രാഷ്ട്രപതി. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതി. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നീക്കം ചെയ്യുന്നത് എന്തിനു തുല്യമാണ്? സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് തുല്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു, ഇത് നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. ആ പ്രത്യേക ഭൂരിപക്ഷം എങ്ങനെയെന്ന് പറഞ്ഞു? ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തിലൂടെ മാത്രമേ അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? രാഷ്ട്രപതി പുറത്താക്കാൻ പറ്റത്തുള്ളൂ. ഇനി CAG ആയിട്ടിരിക്കുന്ന ആൾക്ക് രാജിക്കത്ത് സമർപ്പിക്കണം. അത് അദ്ദേഹത്തിന് തുടരാൻ പറ്റത്തില്ല. രാജിക്കത്ത് കൊടുക്കണം. ആർക്ക് കൊടുക്കും? രാഷ്ട്രപതിക്ക്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എല്ലാം കൺട്രോൾ അധികാരം വേണ്ടത് ഫുള്ള് രാഷ്ട്രപതിക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. മനസ്സിലായ? നീക്കം ചെയ്യുന്നതും നിയമിക്കുന്നതും അതുപോലെ തന്നെ രാജിക്കത്ത് സ്വീകരിക്കുന്ന എല്ലാം ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. അപ്പോൾ CAG രാജിക്കത്ത് കൊടുക്കേണ്ടത് പ്രസിഡന്റിന്. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ, ശരി. എന്താണ്? എന്തോ ആയിക്കോട്ടെ. CAGയുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അടുത്ത് മനസ്സിലാക്കേണ്ടത്. CAGയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. ഓക്കെ. CAGയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനും ഉറപ്പാക്കുന്നതിനുമായി ഭരണഘടന നിർദ്ദേശിച്ചിട്ടുള്ള വ്യവസ്ഥകൾ, അതായത് ഈ CAGയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കണം, അതുപോലെ തന്നെ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഭരണഘടനയിലെ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. മനസ്സിലായ? ഓക്കെ. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നടപടിക്രമങ്ങൾക്ക് അനുസൃതമായി മാത്രമേ രാഷ്ട്രപതിക്ക് അദ്ദേഹത്തെ പുറത്താക്കാൻ കഴിയൂ. മനസ്സിലായ? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. രാഷ്ട്രപതിയെ പുറത്താക്കാം, പക്ഷേ ഈ ഭരണഘടനയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ മാത്രമേ പുറത്താക്കാൻ കഴിയുള്ളൂ. രണ്ടാമത്, CAGയുടെ കാലാവധിക്ക് ശേഷം അദ്ദേഹത്തിന് കേന്ദ്രത്തിലോ സംസ്ഥാനങ്ങളിലോ മറ്റ് പദവികൾ അലങ്കരിക്കാൻ പറ്റോ? ഇല്ലേ? പറ്റില്ല. മനസ്സിലായോ? ഇപ്പം നീ CAG ആയി കേട്ടാ. നിനക്ക് നിന്റെ കാലാവധിക്ക് ശേഷം, നിന്റെ കാലാവധി എത്രയാണ്? 665. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഓക്കെ. അതിനുശേഷം നിനക്ക് മറ്റേതെങ്കിലും പദവി ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് പറഞ്ഞത്. ഓക്കെ. അദ്ദേഹത്തിന്റെ ശമ്പളവും മറ്റ് സേവന വ്യവസ്ഥകളും നിർണ്ണയിക്കുന്ന ആരായിരിക്കും? CAGയുടെ ശമ്പളവും മറ്റ് അലവൻസുകളും നിർണ്ണയിക്കുന്ന ആരായിരിക്കും? അതായത് ഇദ്ദേഹത്തിന്റെ ശമ്പളവും മറ്റ് അലവൻസുകളും ആ വാക്കെടുത്ത് വീഴണ്ട. പാർലമെന്റ് ആണ് കേട്ടോ. ആരാണ്? പാർലമെന്റ് ആണ്. അപ്പൊ ഞാൻ ഇനി കുശീലത്തിന് പറയുമ്പോ മറ്റേ രോമാഞ്ചത്തിന് മറ്റേ അർജുന കാണിക്കണൊക്കെ അത് മതിയാ. ശരി. അതായത് അദ്ദേഹത്തിന്റെ ശമ്പളവും മറ്റ് സേവന വ്യവസ്ഥകളും പാർലമെന്റാണ് നിർണ്ണയിക്കുന്നത്. CAGയുടെ ശമ്പളം സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യമാണ്. മനസ്സിലായി? CAGയുടെ ശമ്പളം സുപ്രീം കോടതിയിലെ ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യമാണ്. ഈ അവസരത്തിൽ നമുക്ക് ഒരാളെ വേദിയിലേക്ക് ക്ഷണിക്കേണ്ടിയിരിക്കുന്നു. സുബിൻ,
സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയുടെ ശമ്പളം എത്രയാണ്? മനെ ഹൈക്കോടതി ജഡ്ജിയല്ല ഞാൻ ചോദിച്ചത്. 2,50,000. 2,50,000. മനസ്സിലായ? നമുക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് എത്രയുണ്ട് ശമ്പളം? 75. 7 നിനക്ക് എന്നാ? 2,80,000. 2,80,000. ആരുടെ ശമ്പളം? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം. ഓക്കെ, ഇനി സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളം എത്ര? 2,50,000. സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളം 2,50,000. അതുപോലെ തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം എത്രയാണ്? 2,50,000. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളവും 2,50,000. അങ്ങനെയാണെങ്കിൽ CAG ശമ്പളം എത്ര? 2,50,000. മനസ്സിലായോ? അപ്പൊ സുപ്രീം കോടതി ജഡ്ജിക്ക്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്, CAGക്ക് ഇവർക്കെല്ലാം ശമ്പളം എത്രയാണ്? 2,50,000. ഇനി ഹൈക്കോടതി ജഡ്ജസ് ആണ് സമയത്ത് എത്രയാണ് ശമ്പളം? 2,25,000. ആ ശമ്പളം ഫുൾ എന്ന് പറഞ്ഞാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് 2,80,000. സുപ്രീം കോടതി ജഡ്ജിക്ക് 2,50,000. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് 2,50,000. ഹൈക്കോടതി ജഡ്ജിക്ക് 2,20,000. ഓക്കെ. നിയമനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ശമ്പളം, അവധി, പെൻഷൻ, വിരമിക്കൽ പ്രായം എന്നീ വിഷയങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയുമില്ലേ? അതായത് നിന്നെ ഇപ്പം വീണ്ടും ഞാൻ CAG ആയിട്ട് നിയമിക്കുന്നു, കുഴപ്പമില്ലല്ലോ. നീ നിന്റെ മറ്റേ കാലാവധി കഴിഞ്ഞ്, ആദ്യം നിയമിച്ച കാലാവധി കഴിഞ്ഞ് ഒന്നുകൂടെ ഇതേ അല്ല, അവനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവനെ പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? മറ്റു പദവികൾക്ക് വീണ്ടും പറ്റില്ലെന്നല്ലേ? ഓക്കെ, ശരി. CAG വിരമിച്ച താങ്കൾക്ക് നമുക്ക് ഇദ്ദേഹത്തെ വിരമിക്കാം. ഇദ്ദേഹത്തെ നിയമിക്കാം. നിയമിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ശമ്പളം, അവധി, പെൻഷൻ, വിരമിക്കൽ പ്രായം എന്നീ കാര്യങ്ങളിൽ പാർലമെന്റിനോ രാഷ്ട്രപതിക്കോ മാറ്റം വരുത്താൻ കഴിയുമോ ഇല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. എടാ, നിനക്ക് ഇത്രയും ശമ്പളം തരാം, അല്ലെങ്കിൽ നിനക്ക് ഇത്ര കാലം നിനക്ക് സർവീസ് തരാം എന്നും പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ ഒരു സ്ഥാനത്ത് നിയമിച്ചതിന് ശേഷം പറയാണ് നിനക്ക് ഇത്ര ശമ്പളം തരാൻ പറ്റത്തുള്ളൂ, നിന്റെ സർവീസ് ഞങ്ങൾ കുറയ്ക്കും. പറ്റൂല. മനസ്സിലായ? പറ്റൂല. അതായത് CAG നിയമിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ശമ്പളത്തിലോ പെൻഷനിലോ അവധിയിലോ അല്ലെങ്കിൽ കാലാവധിയിലോ മാറ്റം വരുത്താൻ ആർക്ക് പറ്റൂല? പാർലമെന്റിനോ രാഷ്ട്രപതിക്കോ പറ്റൂല. മനസ്സിലായ? ഇതൊക്കെയാണ് നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ. മനസ്സിലായ? ഓക്കെ. കൂട്ടാനും പറ്റൂല. അടുത്ത്, ഇന്ത്യൻ ഓഡിറ്റ് അക്കൗണ്ട്സ് വകുപ്പിൽ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തികളുടെ സേവന വ്യവസ്ഥകളും CAGയുടെ ഭരണപരമായ അധികാരങ്ങളും CAGയുമായി കൂടിയാലോചിച്ച ശേഷം രാഷ്ട്രപതി നിർദ്ദേശിക്കുന്നു. നമ്മൾ പറഞ്ഞില്ലേ, ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൽ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തികളുടെ സേവന വ്യവസ്ഥകളും CAGയുടെ ഭരണപരമായ അധികാരങ്ങളും CAGയുമായി കൂടിയാലോചിച്ച ശേഷം രാഷ്ട്രപതി നിർദ്ദേശിക്കുന്നു. ഇപ്പം നീ ഇപ്പം CAG ആണ്. ഓക്കെ, അദ്ദേഹം വിരമിച്ചെന്നാണ് അദ്ദേഹം പറയണത്. ഓക്കെ, CAG ആണ്. അപ്പം ഈ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പിൽ മറ്റ് ഉദ്യോഗസ്ഥർ, പിന്നെ താങ്കളുടെ ഭരണഘടനാപരമായിട്ടുള്ള അധികാരങ്ങൾ, അപ്പം അതിലൊക്കെ ഉള്ള നിർദ്ദേശങ്ങളും മറ്റും രാഷ്ട്രപതി ആയിക്കോട്ടെ, രാഷ്ട്രപതിയും CAGയും കൂടെ കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. മനസ്സിലായ? ഓക്കെ. CAGയുടെ ഓഫീസിന്റെ ഭരണ ചെലവുകൾ, ആ ഓഫീസിൽ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തികളുടെ ശമ്പളം, പെൻഷൻ, അലവൻസ് തുടങ്ങിയ ചെലവുകൾ ഏത് ഫണ്ടിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്? നേരത്തെ പറഞ്ഞു വെച്ചു, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് ഈടാക്കുന്നത്. ഇവ പാർലമെന്റ് വോട്ടിന് വിധേയമല്ല. മനസ്സിലായ? അതായത് താങ്കളുടെ ഓഫീസിലെ സ്റ്റാഫുകൾ, അവരുടെ ശമ്പളം, പെൻഷൻ, പിന്നെ മറ്റ് സേവന വ്യവസ്ഥകൾ, അതിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾ, ആ ചെലവുകളെല്ലാം ഈടാക്കുന്ന ഏത് ഫണ്ടിൽ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. മനസ്സിലായ? കൺസോളിഡേറ്റഡ് ഫണ്ട് അറിയാലോ, ആർട്ടിക്കിൾ 266 ആർട്ടിക്കിൾ 266 കൺസോളിഡേറ്റഡ് ഫണ്ടിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? പരാമർശിക്കുന്നത്. മനസ്സിലായോ? കൺസോളിഡേറ്റഡ് ഫണ്ട്. കേട്ടോ. ഓക്കെ, ശരി. അടുത്ത്, ഏത് മന്ത്രിക്കാണ് പാർലമെന്റിൽ CAGയെ പ്രതിനിധീകരിക്കാൻ കഴിയുന്നത്? ധനകാര്യമന്ത്രി.
ഏത് മന്ത്രിക്കാണ് CAG പ്രതികരിക്കാൻ കഴിയുന്നത് പാർലമെന്റിൽ? ധനകാര്യമന്ത്രി. ഇവിടെ പറമോനെ ധനകാര്യം. ഓക്കെ, അവിടെ ധനകാര്യം. അവിടെ റവന്യൂ മന്ത്രി. ഒരു മന്ത്രിക്കും പാർലമെന്റിൽ CAG പ്രതികരിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഒരു മന്ത്രിക്കും. മനസ്സിലായ? ഒരു മന്ത്രിക്കും പാർലമെന്റിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? CAG പ്രതികരിക്കാൻ കഴിയത്തില്ല. ഓക്കെ, ഇവയൊന്നും ആവശ്യം ഉണ്ടായിരുന്നു. ഓപ്ഷൻ പറഞ്ഞാൽ നീയൊക്കെ ഇത് തന്നെ പറയും. ഏത് പറയും? ധനകാര്യമന്ത്രി. നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കും ധനകാര്യമന്ത്രി ഇപ്പം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെട്ടതാണ് CAG. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും? ധനകാര്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഇത് ഫിനാൻസ് മിനിസ്റ്റർക്ക് പ്രതിനിധീകരിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് തെറ്റാണ്. ധനകാര്യമന്ത്രിക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രതിനിധീകരിക്കാൻ കഴിയില്ല. ഓക്കെ അല്ലേ? ശരി. ശരി, ഇവിടെ ഒന്ന് പോസിറ്റാണ്. അടുത്ത ഈ CAGയുടെ കർത്തവ്യങ്ങളും അധികാരങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 149. റൈറ്റ് ആണ് കേട്ടോ. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതായത് CAGയുടെ കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏതാണ് ആർട്ടിക്കിൾ? 149. അപ്പൊ CAG ഉണ്ടായിരിക്കണം ആർട്ടിക്കിൾ ഏതാണ്? 148 ആണ്. 148 ആണ്. ഓക്കെ, ശരി. ഇനി അടുത്ത് ആർട്ടിക്കിൾ 150 അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന അക്കൗണ്ടുകൾ സൂക്ഷിക്കേണ്ട രീതികളെ കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം ആർക്ക് നൽകും? രാഷ്ട്രപതിക്ക് നൽകും. മനസ്സിലായ? അപ്പൊ കേന്ദ്ര സംസ്ഥാന അക്കൗണ്ടുകൾ സൂക്ഷിക്കേണ്ട രീതികളെക്കുറിച്ച് രാഷ്ട്രപതിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് ആരാണെന്ന് കേട്ടാൽ ആരാണ്ടാ? CAG ആണ്. മനസ്സിലായ? ചോദ്യം മനസ്സിലായ? കേന്ദ്ര സംസ്ഥാന അക്കൗണ്ടുകൾ സൂക്ഷിക്കേണ്ട രീതികളെ കുറിച്ച് മാർഗനിർദ്ദേശം ആർക്ക്? രാഷ്ട്രപതിക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് ആരാണ്? CAG ആണ്. അത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 150 പറയുന്നത്. മനസ്സിലായി? 149 CAGയുടെ കർത്തവ്യങ്ങളും ചുമതലകളെയും കുറിച്ച് പറയുന്നു. 150 പ്രകാരമാണ് ഈ കേന്ദ്ര സംസ്ഥാന അക്കൗണ്ടുകൾ സൂക്ഷിക്കേണ്ട രീതിയെ കുറിച്ച് രാഷ്ട്രപതിക്ക് ആര് നിർദ്ദേശം നൽകുന്നത്? CAG നിർദ്ദേശം നൽകുന്നത്. ഓക്കെ, അടുത്ത് ആർട്ടിക്കിൾ 151 അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ട് CAG പ്രസിഡന്റിന് സമർപ്പിക്കുകയും പ്രസിഡന്റ് ഈ റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുകയും ചെയ്യും. മനസ്സിലായ? ഓക്കെ, അതായത് ആർട്ടിക്കിൾ 151 പ്രകാരം കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ട്. വേറെ ഒന്നുമില്ല, നിങ്ങൾ ഇത്രയും ഇത് നോക്കണ്ട. 151 സെൻട്രൽ ഗവൺമെന്റിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് CAG കൊടുക്കും. അതായത് താങ്കൾ CAG രാഷ്ട്രപതി എനിക്ക് തരും. ഞാൻ അതെന്ത് ചെയ്യും? പാർലമെന്റിലേക്ക് കൊടുക്കും. മനസ്സിലായ? അതായത് ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്? അതായത് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് കൊടുക്കുന്നത് രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി ആർക്ക് കൊടുക്കുന്നത്? പാർലമെന്റിൽ സമർപ്പിക്കും. ഓക്കെ, ഇനി അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്, ആർട്ടിക്കിൾ 151 പ്രകാരം തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ട് CAG ആർക്ക് കൊടുക്കും? ഇടിച്ച് മൂക്ക് ഞാൻ പറ്റത്തും. CAG ഗവർണർക്ക് കൊടുക്കും. ആർക്ക് കൊടുക്കും? ഗവർണർക്ക് കൊടുക്കും. ഗവർണർ ആർക്ക് കൊടുക്കും? അത് നിയമസഭയ്ക്ക് കൊടുക്കും. ഗവൺമെന്റ് ആർക്ക് കൊടുക്കും? നിയമസഭയ്ക്ക് കൊടുക്കും. മനസ്സിലായ? ക്ലിയർ ആണ്. അപ്പൊ 151 പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പഠിക്കാണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് കൊടുക്കുന്നു. രാഷ്ട്രപതി അത് പാർലമെന്റിൽ സമർപ്പിക്കുന്നു. മനസ്സിലായ? സംസ്ഥാന ഗവൺമെന്റുകളുടെ റിപ്പോർട്ട് ഗവർണർ കൊടുക്കുന്നു. ഗവർണർ ആർക്ക് സമർപ്പിക്കുന്നു? നിയമസഭയിൽ സമർപ്പിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു കാര്യം മനസ്സിലായി. അപ്പൊ 148 CAG ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. 149 ചുമതലകളും കർത്തവ്യങ്ങളും പറയുന്നു. 150 പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന അക്കൗണ്ടുകൾ എങ്ങനെ സൂക്ഷിക്കണമെന്ന് രാഷ്ട്രപതിക്ക് ആര് നിർദ്ദേശം കൊടുക്കുന്നത്? CAG നിർദ്ദേശം കൊടുക്കുന്നത്. മനസ്സിലായോ? 151 പ്രകാരം 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. എന്തൊക്കെയാ? കേന്ദ്ര ഗവൺമെന്റ് റിപ്പോർട്ട് ആർക്ക് കൊടുക്കുന്നു? ആർക്ക് കൊടുക്കുന്നു? രാഷ്ട്രപതി ആർക്ക് കൊടുക്കുന്നു? പാർലമെന്റിന് കൊടുക്കുന്നു. ഓക്കെ, 151 പ്രകാരം തന്നെ സംസ്ഥാന ഗവൺമെന്റ് റിപ്പോർട്ട് ആർക്ക് കൊടുക്കുന്നു? ഗവർണർ കൊടുക്കുന്നു. ഗവർണർ ആർക്ക് കൊടുക്കുന്നു? നിയമസഭയ്ക്ക് കൊടുക്കുന്നു. ഓക്കെ, ശരി. ഇനി അടുത്ത് ഇദ്ദേഹത്തിന്റെ മറ്റ് അധികാരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാവേ. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശത്തിലെയും കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചെലവുകൾ പരിശോധിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ മൊത്തം രാജ്യം മൊത്തം. മനസ്സിലായ? രാജ്യം മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാനങ്ങൾ,
അതുപോലെ നിയമസഭയുള്ള കേന്ദ്രഭരണ കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചെലവ് പരിശോധിക്കുന്ന ആരാണ്? CAG ആണ്. അതുപോലെ പബ്ലിക് അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്ന ആരാണ്? CAG ആണ്. അതായത് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പബ്ലിക് അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്ന ആരാണ്? CAG ആണ്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും നിയന്ത്രണത്തിലുള്ള വ്യാപാരം, നിർമ്മാണം, ലാഭനഷ്ട അക്കൗണ്ടുകൾ, ബാലൻസ് ഷീറ്റുകൾ, മറ്റ് അനുബന്ധ അക്കൗണ്ടുകൾ എന്നിവ ഓഡിറ്റ് ചെയ്യുന്നു. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ധനകാര്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യുന്ന ആര് തന്നെയാണ്? CAG തന്നെയാണ് കേട്ടോ. ഓക്കെ. കേന്ദ്രത്തിന്റെയും ഓരോ സംസ്ഥാനത്തിന്റെയും വരവുകളും ചെലവുകളും ഓഡിറ്റ് ചെയ്യുന്നു. കേന്ദ്രത്തിന്റെയും ഓരോ സംസ്ഥാനത്തിന്റെയും വരവുകളും ചെലവുകളും ഓഡിറ്റ് ചെയ്യുന്നു. ഗവൺമെന്റ് കമ്പനികളുടെ അക്കൗണ്ടുകൾ കേന്ദ്രവും സംസ്ഥാനവും ധനസഹായം നൽകുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും സമിതികളുടെയും അക്കൗണ്ടുകൾ എന്നിവയുടെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കണം വെച്ചാൽ ഗവൺമെന്റ് കമ്പനികൾ എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള കമ്പനികൾ. അത് മാത്രമല്ല ഗവൺമെന്റ് ധനസഹായം നൽകുന്ന കമ്പനികളുണ്ട്. അവിടുത്തെ കണക്കും ഓഡിറ്റ് ചെയ്യുന്ന ആര് തന്നെയാണ്? CAG ആണ്. മനസ്സിലായി? ഗവൺമെന്റ് ധനസഹായം നൽകുന്ന കമ്പനികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലെയും കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്ന ആരാണ്? CAG ആണ് കേട്ടോ. ഓക്കെ. രാഷ്ട്രപതിയോ ഗവർണറോ ആവശ്യപ്പെടുമ്പോൾ മറ്റ് അധികാര സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളും ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഓഡിറ്റ് ചെയ്യുന്നു. മനസ്സിലായി? അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓഡിറ്റുകൾ. ഉദാഹരണം മനസ്സിലായില്ലേ? ഇപ്പോൾ രാഷ്ട്രപതിയോ ഗവർണറോ ആവശ്യപ്പെടുകയാണെങ്കിൽ മറ്റ് അധികാര സ്ഥാപനങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തി എന്താണ്? കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഇതിലേ പറഞ്ഞു നിർത്തിയത്. അതായത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പിന്നെ നിയമസഭയുള്ള കേന്ദ്ര പ്രദേശത്തിലെയും ഈ വരവ് ചെലവ് കണക്കുകളെല്ലാം ഓഡിറ്റ് ചെയ്യുന്ന ഇദ്ദേഹമാണെന്ന് പറഞ്ഞു, CAG എന്ന് പറഞ്ഞു. അതോടൊപ്പം നമ്മൾ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണ്? ഗവൺമെന്റിന്റെ കീഴിലുള്ള കമ്പനികൾ ഓഡിറ്റ് ചെയ്യുന്നത് ആരെന്നാണ് പറഞ്ഞു? CAG ആണെന്ന് പറഞ്ഞു. പിന്നെ ഗവൺമെന്റ് ധനസഹായം നൽകുന്ന കമ്പനി ഓഡിറ്റ് ചെയ്യുന്നത് ആരെന്നാണ് പറഞ്ഞത്? CAG ആണെന്ന് പറഞ്ഞു. ഇനി ഇതിനു പുറമെ രാഷ്ട്രപതി ഗവർണർ ആവശ്യപ്പെടുകയാണെങ്കിൽ മറ്റ് അധികാര സ്ഥാപനങ്ങളും ഓഡിറ്റ് ചെയ്യും? CAG ഓഡിറ്റ് ചെയ്യും. അതിനൊരു ഉദാഹരണമായിട്ടാണ് നമ്മൾ പറഞ്ഞത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. മനസ്സിലായി? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ശരി. അപ്പം നമ്മളിങ്ങനെ ചോദിക്കും ഇങ്ങനെ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ CAG ഓഡിറ്റ് ചെയ്യുന്നത് ഇന്ന ആൾക്കാരുടെ നിർദ്ദേശങ്ങളോടെയാണ് അല്ലെങ്കിൽ നിർദ്ദേശമുള്ളപ്പോഴാണ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നെന്നാൽ ശരിയാണ്. മനസ്സിലായ? ഓക്കെ. ശരി. ഓക്കെ. സംസ്ഥാന സർക്കാരുകളുടെ കണക്കുകൾ സമാഹരിക്കും. ഇത് വീണ്ടും അതിനെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് കേട്ടോ. സംസ്ഥാന സർക്കാരുകളുടെ കണക്കുകൾ സമാഹരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. സംസ്ഥാന സർക്കാരുകളുടെ കണക്കുകൾ സമാഹരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. അതായത് കണക്കുകൾ എന്ത് ചെയ്യും? ഓഡിറ്റ് ചെയ്യുക മാത്രമല്ല, സംസ്ഥാന സർക്കാരുകളുടെ കണക്കുകൾ സമാഹരിക്കുക വെച്ചാൽ എന്താണ്? സൂക്ഷിച്ചു വെക്കുക. മനസ്സിലായി? സമാഹരിക്കുക, അതുപോലെ സംരക്ഷിക്കുക, അതിന് പരിപാലിക്കുന്നത് സംരക്ഷിക്കുക. സമാഹരിക്കുന്നത് ശേഖരിക്കുക. ഇപ്പോൾ നമ്മൾ എത്ര സ്റ്റേറ്റ് ഉണ്ട് നമ്മുടെ രാജ്യത്ത്? 28 സ്റ്റേറ്റ്. അപ്പോൾ 28 സ്റ്റേറ്റുകളുടെയും കണക്കുകൾ എന്ത് ചെയ്യണം? ശേഖരിക്കുകയും സംരക്ഷിക്കുകയും വേണം. പക്ഷെ അപ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് അക്കൗണ്ടുകളുടെ സമാഹരണവും സംരക്ഷണവും CAGയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായ? അതില്ല. സംസ്ഥാന സർക്കാരുകളുടെ ഓഡിറ്റ് ചെയ്യും. വരവ് ചെലവ് കണക്കുകൾ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ഓഡിറ്റ് ചെയ്യും. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുടെ കണക്കുകൾ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. മനസ്സിലായോ? പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കുകൾ എന്ത് ചെയ്യണമെന്നില്ല. അതായത് സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യം CAGക്ക് ഇല്ലെന്നാണ് പറയുന്നത്. മനസ്സിലായ? അതിന് ഒഴിവാക്കിയിട്ടുണ്ട് CAGയുടെ കാര്യം. ഓക്കെ. ഇത്രയും മനസ്സിലായടേ? ശരി. ഇനി അടുത്ത് കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറഞ്ഞു പബ്ലിക് അക്കൗണ്ട്സിന്റെ അല്ലെങ്കിൽ പൊതുഖജനാവിന്റെ കാവൽക്കാരെന്ന് അറിയപ്പെടുന്ന ആരെയാണ്? CAG ആണ്. അപ്പോൾ അത് മാത്രമല്ലാതെ ഓർത്തിരിക്കേണ്ടതാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും വഴികാട്ടിയും. എന്താണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും വഴികാട്ടിയും. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കൂട്ടുകാരൻ. എന്താണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കൂട്ടുകാരൻ. പുച്ഛം. കൂട്ടുകാരൻ. അതുപോലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ തത്വചിന്തകൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? CAG ആണ്. മനസ്സിലായ? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും വഴികാട്ടിയും, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കൂട്ടുകാരൻ, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ തത്വചിന്തകൻ. ഓക്കെ. ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആരാണ്? CAG ആണ്. ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് CAG ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് CAGയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പഠിക്കേണ്ടത്. അതായത് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ആദ്യത്തെ CAG, നിലവിലെ CAG, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ സമയം ഒരുപാട്
വൈകിട്ടുണ്ട്. നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.